ഇതാണ് ഞങ്ങളുടെ മഞ്ഞളിന്റെ തോട്ടം. ഇത് കറിമഞ്ഞള്, ഇത് കസ്തൂരി മഞ്ഞള്, ഇത് കരിമഞ്ഞൾ. ഞങ്ങള് കറിമഞ്ഞള് പിരിത് കാണിച്ചു തരാം. ഇതെല്ലാം പൊഴിച്ച് വെക്കാം. ഇല്ല അതുകൂടെ പിഴുത് തരാം. 3 കൂടെ കൈ പിടിക്കും. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ കറിമഞ്ഞള്. ഇത് ഉണക്കി പൊടിക്കുമ്പോഴാണ് കരിമഞ്ഞള്. കരി ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞള്. നല്ല മണമാണ് ഗൈസ്. വെള്ള കളറാണ് ഗൈസ് ഇതിന്റെ നിറം. ക്രീം കളറാണ് ഗൈസ് ഇതിന്റെ നിറം. ഇതിന് നല്ല മണമാണ്. ഇതാണ് നമ്മുടെ കറി മഞ്ഞൾ. ഇതിന് നമ്മുടെ മഞ്ഞ കളർ, ഒരു ഓറഞ്ചിന്റെ ഒരു നിറമാണ് ഇതിന്. അപ്പൊ ഇത്രയും ഈ 3 മഞ്ഞളുകളാണ് നമ്മുടെ കൃഷി ചെയ്യാനുള്ളത്. കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ നമ്മൾക്ക് കമന്റ് ചെയ്താൽ മതി. കസ്തൂരി മഞ്ഞൾ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാം. ഗൈസ് ഇതാണ് കരിമഞ്ഞൾ. നല്ല ഔഷധം ഉള്ളതാണ് ഈ മഞ്ഞൾ. ഞാൻ ഒടിച്ച് കാണിച്ചു തരാം. എന്താ കണ്ടോ, അകത്തൊരു ബ്ലൂ കളറാണ് കരിമഞ്ഞളിന്റെ നിറം എന്ന് പറയുന്നത്. മണം നല്ലതാണ്. പിന്നെ ഇതാണ് നമ്മുടെ കറിമഞ്ഞൾ. കറിമഞ്ഞൾ ഒടിച്ചു തരാം. കരിമഞ്ഞൾ കണ്ടോ, ഇവിടെ ഒരു ഓറഞ്ച് കളറാണ്. കണ്ടോ, കരിമഞ്ഞള് ഓറഞ്ച് കളറാണ് കറിമഞ്ഞളിന്. കരിമഞ്ഞളിന് നല്ലതാ ബ്ലൂ കളർ നിറമാണ് നമുക്ക് കരിമഞ്ഞളിനുള്ളത്. ഇനി നമുക്ക് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളില് ക്രീം കളറാണ് നമുക്ക് കസ്തൂരി മഞ്ഞളുള്ളത്. അപ്പം നിങ്ങൾക്ക് മഞ്ഞളുകൾ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഗൈസ് കസ്തൂരി മഞ്ഞൾ വേണമെന്നവര് കമന്റ് ചെയ്യേ. ഞങ്ങളിത് പൊടിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞങ്ങളിത് ഉണക്കി പൊടിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്നവർ കമന്റ് ചെയ്യും. നല്ല ബ്ലൂ ഷെയ്ഡാണ്. നല്ല ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ തക്കാളി തോട്ടത്തിലേക്ക് പോവാണ്. തക്കാളികൾ ഞങ്ങൾ കുറെ പറിച്ച് വിളവെടുത്തിട്ടുണ്ട്. ഇച്ചിരി തക്കാളിയും കൂടെ ഉണ്ട്. ഞങ്ങൾ പുതിയ തക്കാളി വെക്കാനുള്ള ഒരു ഇതിലാണ്. അപ്പം ഞങ്ങൾ തക്കാളി തോട്ടം കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ നമ്മുടെ തക്കാളിയാണ്. ഞങ്ങൾ കുറച്ച് പറിച്ച് ഞങ്ങൾ രണ്ടി വെച്ചിട്ടുണ്ട്. ഇതാ തക്കാളി. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ വലിയ തക്കാളി എന്ന് പറയുന്നത്. ഇനി ഇത് റെഡ് ആവും. ഇതിപ്പം കിളിച്ചതാണ്. കുറെ കിളിച്ച് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഗൈസ് വലിയ തക്കാളി അവിടെ ഉണ്ട്. ഗൈസ് ഒരു വലിയ തക്കാളി കണ്ടോ, ഇവിടെയൊക്കെ വലിയ തക്കാളി ഉണ്ട്. ഇതാ തക്കാളി. ഞങ്ങളൊരു ചെറിയ പ്ലാവ് നട്ടായിരുന്നു. അതിലിപ്പോൾ ഗൈസ് നമ്മൾക്ക് 3 ചക്ക പിടിച്ചിട്ടുണ്ട്. ഗൈസ് ഈ ചക്കയ്ക്ക് ഭയങ്കര മധുരമാണ്. ഗൈസ് ഗൈസിൻ്റെ 3 ചക്ക. ഇതുണ്ട്, ഇത് കുഞ്ഞു ചക്ക, മീഡിയം സൈസ് ചക്ക, ദെൻ വലിയ ചക്ക. ഇത് ഞങ്ങൾ കുറച്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ ഇത് ഞങ്ങൾ നട്ടിട്ട്. പെട്ടെന്ന് ചക്ക കളിക്കുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ല മധുര ഗൈസ് ഈ ചക്കയ്ക്ക്. പിന്നെ അത് പഞ്ഞിയുടെ മരം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഓണത്തിന് കെട്ടിയ ഊഞ്ഞാലാണ്. കാടൊക്കെ പിടിച്ചു ചെറുപ്പത്തിലൊക്കെ ആടാൻ പറ്റിയത്. ഇപ്പോൾ അങ്ങനെ കുറെ നാളായി.
ഇത് നമ്മുടെ പുളിമരമാണ് ഞങ്ങൾ പുളിയൊക്കെ ഉണ്ടോ നമ്മുടെ പുളിയൊക്കെ പുളിമരം കണ്ടോ ഗൈസ് നമ്മുടെ പുളി ഞാൻ പൊത്തിച്ച് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ പൊത്തിച്ച് കാണിച്ചു തരാം പച്ച പുളിയാണ് ഇത് പരുത്തില്ല ഇത് പരുക്കുന്ന സീസൺ ഇത് പച്ച പുളിയാ കണ്ടോ ഇത് നമ്മള് കടിച്ചേക്കട്ടെ കൊള്ളാം കൊള്ളാം സൂപ്പർ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും പുളി തിന്നു നോക്കണം ഈ പുളിക്കകത്ത് ഉപ്പ് കൂട്ടി തന്നാൽ ഭയങ്കര രസമായിരിക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് അവൻ പിന്നെ പരിക്കുമ്പോ എന്ത് ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മൾ സീസൺ ആവുമ്പോ ഇത് ഫുൾ പുളി കൊണ്ടായിരിക്കും നിറഞ്ഞേക്കുന്നത് സീസൺ ഈ പ്രാവശ്യത്തെ സീസൺ കഴിഞ്ഞു അടുത്ത പ്രാവശ്യം അടുത്ത സീസണിന് കുറെ ഉണ്ടാവും ഈ സീസണിൽ കുറെ പുളി ഉണ്ടായിരുന്നു നമ്മളെ ഊഞ്ഞാല് നല്ലോണം പൊങ്ങ് നല്ല രസമുണ്ട് അടിപൊളി അടിപൊളിയാണ് ക്യൂട്ടാണ് എത്തിയിട്ട് തന്നെയാണ് പക്ഷെ നല്ല ക്യൂട്ടാണ്ടായോ നല്ല ക്യൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം അടുത്ത വീഡിയോയിലേക്ക് പിന്നീട് കാണാം.